എം ഹസൻ KPCC ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിൽ തുടരും. KPCC നേതൃയോഗത്തിന് ശേഷവും സുധാകരന് പദവി കൈമാറിയില്ല. അതേസമയം യോഗത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേരുന്ന KPCC യോഗത്തിനു ശേഷം കെ സുധാകരൻ അധ്യക്ഷ പദവി ഏറ്റെടുക്കുമെന്നായിരുന്നു ധാരണ. പക്ഷേ എം ഹസൻ ആക്ടിംഗ് പ്രസിഡന്റ് പദവി യോഗശേഷവും ഒഴിഞ്ഞില്ല. യോഗത്തിൽ സുധാകരന് പദവി കൈമാറാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയില്ലെന്നാണ് സൂചന. യോഗത്തിൽ ഇതു സംബന്ധിച്ച ചർച്ചയും ഉണ്ടായില്ല. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഹസൻ പദവിയിൽ തുടരും. എന്നാൽ സുധാകരന് തീരുമാനം വൈകുന്നതിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന. KPCC യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹസനടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തെങ്കിലും സുധാകരൻ വിട്ടുനിന്നു. അതേസമയം യോഗത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കെടുകാര്യസ്ഥതയുണ്ടായെന്നും നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും മുരളീധരൻ പറഞ്ഞു. പ്രവർത്തന രംഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്ന് MK രാഘവനും യോഗത്തിൽ പറഞ്ഞു. പക്ഷേ ഈ വാർത്തകൾ KPCC നേതൃത്വം നിഷേധിച്ചു. അല്ല, ആരെന്ത് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഒരു പാർട്ടി യോഗത്തിലാവുമ്പോൾ പലരും പലതും പറയും. പലയിടത്തുമുള്ള സംഘടനാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതൊക്കെ സംഘടനാപരമായി പരിഹരിക്കും. ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നു. അതാരാണ് നിങ്ങൾക്ക് ചോർത്തി തന്നതെന്ന് അറിയില്ല. അത് ചോർത്തി തന്നത് ആരാണെങ്കിലും സംഭവം ഇതിൻ്റെ അകത്തില്ലാത്തവരാ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.